ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? US ഫെഡ് പലിശ നിരക്ക് വെട്ടിക്കുറച്ചിട്ടും ഓഹരി വിപണി ഇടിഞ്ഞത് എന്തുകൊണ്ട്? ഫെഡ് നടപടി ഇന്ത്യൻ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? സ്വർണവിലയിലെ ചാഞ്ചാട്ടം പ്രതീക്ഷ നൽകുമോ? കരുതിയിരിക്കാം സ്വർണവിലയെ. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിൽ എത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഫെഡ് നടപടി ഫെബ്രുവരിയിലെ നിരക്ക് കുറയ്ക്കാനുള്ള RBI തീരുമാനത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഒപ്പം ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ വൻതോതിൽ നിക്ഷേപം പിൻവലിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ വർഷത്തെ അവസാന മീറ്റിംഗിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചു. ഫെഡറൽ ഫണ്ടുകളുടെ നിരക്ക് ഇപ്പോൾ 4.25 മുതൽ 4.5% വരെയാണ്. എന്നിട്ടും ഓഹരി വിപണി ചുവന്നു. 2025 4 തവണ നിരക്കിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു പ്രതീക്ഷകൾ. എന്നാൽ പ്രതിവർഷം 2 തവണ മാത്രമായിരിക്കും നിരക്കിൽ മാറ്റമുണ്ടാകുക എന്ന് ഫെഡ് വ്യക്തമാക്കി. ഇതാണ് വിപണിയുടെ അടിതെറ്റിച്ചത്. ഫെഡ് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കുമ്പോൾ പൊതുവെ ഇന്ത്യ അടക്കമുള്ള വിപണികളിൽ റാലിയാണ് ഉണ്ടാവാറ്. എന്നാൽ പതിവിന് വിപരീതമായി ഓഹരി വിപണിക്കൊപ്പം സ്വർണത്തിന്റെ മുന്നേറ്റത്തിനും ഇടിവുണ്ടായി. ഒപ്പം ഡോളറും ബോണ്ടും കരുത്താർജിക്കുന്ന കാഴ്ചയ്ക്കും വിപണി സാക്ഷ്യം വഹിച്ചു. ഇതോടെ പലിശ 2025 ഉയർന്ന തലത്തിൽ തന്നെ നിലനിൽക്കും. അതായത് പലിശ നിരക്ക് നയത്തിലെ മാറ്റം ഇന്ത്യൻ വിപണിയിലേക്കുള്ള വിദേശ നിക്ഷേപ ഒഴുക്ക് കുറയ്ക്കും. ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളാണ് വിപണിയെ തളർത്തിയ മറ്റൊരു കാര്യം. ഇറക്കുമതി തീരുവ ഉയർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടെ US-ലേക്കുള്ള കയറ്റുമതി തീരുവ ഉയർത്താനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ വിപണികളെ ഇത് പ്രതികൂലമായി ബാധിക്കും. US-ൽ ആഭ്യന്തര നികുതി വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭാരം കൂട്ടും. ഗവൺമെന്റ് കൂടുതൽ കടമെടുപ്പിന് മുതിരും. ഇത് ബോണ്ട് ഈൽഡിൽ നിന്നുള്ള റിട്ടേൺ ഉയർത്തും. സ്വാഭാവികമായും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്ക് ഇന്ത്യൻ വിപണിയിലെ ഓഹരികൾ വിറ്റൊഴിഞ്ഞ് ബോണ്ട് ഈൽഡിൽ നിക്ഷേപിക്കാൻ വിദേശ നിക്ഷേപകർ തയ്യാറാവും. ഫെഡിന്റെ പലിശ നിരക്ക് കുറച്ചത് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ഇക്കാരണത്താലാണ് ഫെബ്രുവരിയിലെ റിസർവ് ബാങ്കിന്റെ നിരക്ക് കുറയ്ക്കൽ നടപടികൾക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കണക്കുകൂട്ടുന്നത്. ഡോളർ ശക്തി പ്രാപിക്കുന്നതും US ബോണ്ട് വരുമാനം ഉയരുന്നതും ഇന്ത്യയെപ്പോലുള്ള വളർന്നുവരുന്ന വിപണികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ആഭ്യന്തര ഘടകങ്ങൾ നിരക്ക് കുറയ്ക്കലിനെ അനുകൂലിക്കുമ്പോൾ ആഗോള സമ്മർദ്ദങ്ങൾ RBIയുടെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയെ സങ്കീർണമാക്കുന്നു. സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ ഇടിവിലായിരുന്നു. വരാൻ പോകുന്ന കുതിപ്പിന്റെ മുന്നോടിയാണ് ഈ പ്രകടനമെന്നാണ് വിലയിരുത്തൽ. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയുടേതായിരുന്നു അവസാന വാരം. എന്നാൽ ആഗോള വിപണിയിൽ വില ചാഞ്ചാട്ടത്തിലാണ്. വലിയ കുതിപ്പിനു മുൻപുള്ള പതുങ്ങലാണോ എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. പലിശ നിരക്കിൽ കുറവ് വരുത്തിയ ഫെഡ് തീരുമാനത്തിൽ വിപണി അസന്തുഷ്ടിയിലാണ്. ആഗോള വിപണിയിൽ സ്വർണം ട്രോയ് ഔൺസിന് $2,602 വില. ഡോളർ സൂചിക 108.45 എന്ന നിരക്കിലാണുള്ളത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 85 തൊട്ടു. ആവശ്യമുള്ള സ്വർണത്തിന്റെ സിംഹഭാഗവും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ. രൂപയുടെ മൂല്യം കുറഞ്ഞാൽ UAE-യിൽ നിന്ന് ഇറക്കുന്ന സ്വർണം, ക്രൂഡ് ഓയിൽ എന്നിവയ്ക്കെല്ലാം വലിയ വില നൽകേണ്ടി വരും. കാർഷിക വിപണിയിൽ അടുത്ത വാരം ഉൽപാദകരെ മോഹിപ്പിച്ച് ആഗോള വിപണിയിൽ കൊക്കോ മുന്നേറ്റം. കേരളത്തിലെ കർഷകർക്ക് പുതുവർഷത്തിൽ മികച്ച വിലയ്ക്ക് കൊക്കോ വിറ്റുമാറാനാകും. ക്രിസ്മസ് ഡിമാൻഡിൽ വെളിച്ചെണ്ണ ചൂടുപിടിക്കുന്നു. പ്രതീക്ഷ അസ്തമിച്ച് കുരുമുളക്. റബ്ബർ ഉൽപാദന രംഗത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾ ഷീറ്റ് വില ഇടിച്ചു. ഉൽപാദകരെ മോഹിപ്പിച്ച് ആഗോള വിപണിയിൽ കൊക്കോയ്ക്ക് സർവകാല റെക്കോർഡ് പ്രകടനം. കേരളത്തിലെ കർഷകർക്ക് പുതുവർഷം കൊക്കോയ്ക്ക് മികച്ച വില കിട്ടും. പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിളവ് ചുരുങ്ങുമെന്ന് വ്യക്തമായതോടെ ഫണ്ടുകളും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി. അടുത്ത വർഷവും കയറ്റുമതികൾ താറുമാറാകുമോ എന്ന ആശങ്കയിലാണ് ഇറക്കുമതി രാജ്യങ്ങൾ. സർവകാല റെക്കോർഡ് വിലയായ $12,973 വാരാന്ത്യം കൊക്കോ ചുവടുവെച്ചു.
വൈകാതെ $17,000 വരെ കൊക്കോ ഒരു ബുൾ റാലി കാഴ്ചവെച്ചാലും ആശ്ചര്യപ്പെടാനില്ല. കേരളത്തിൽ വിപണികളിൽ കൊക്കോ കിലോ 750 രൂപയാണ്. കഴിഞ്ഞ ഡിസംബറിൽ നിരക്ക് 400 രൂപ മാത്രമായിരുന്നു. വില 900-950 രൂപ റേഞ്ചിലേക്ക് ചൂടുവെക്കാം. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി. ക്രിസ്തുമസ് ആവശ്യങ്ങൾക്കായി പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് അനുദിനം ഉയർന്നു. ഇത് കണ്ട് കൊപ്രയാട്ട് മില്ലുകാർ നിരക്ക് ഉയർത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 21,400 രൂപയിലും കൊപ്ര 14,000 രൂപയിലും ഇടപാടുകൾ നടന്നു. പിന്നിട്ട ഏതാനും ആഴ്ചകളായി തമിഴ്നാട് ലോബി സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വില ഉയർത്തി വിറ്റഴിക്കാൻ ഉത്സാഹിച്ചിരുന്നു. എന്നാൽ കർഷകർക്ക് കൂടിയ വില നൽകിയതുമില്ല. കൊപ്രക്ഷാമം രൂക്ഷമാകുമെന്ന ഭീതിയും മില്ലുകാരിൽ ഉടലെടുത്തിട്ടുണ്ട്. ജനുവരി വരെ ചരക്കിനുള്ള ക്ഷാമം തുടരും. തെക്കൻ കേരളത്തിൽ മൂപ്പ് കുറഞ്ഞ കുരുമുളക് വിളവെടുപ്പ് പുരോഗമിച്ചു. പഴയ മുളകിന് ഉത്തരേന്ത്യൻ ആവശ്യം അല്പം കുറഞ്ഞു. സീസൺ അടുത്തതിന്റെ പേരിൽ വിലയിടിക്കാനുള്ള ശ്രമത്തിലാണ് അന്തർ സംസ്ഥാന ഇടപാടുകാർ. പുതിയ മുളകിന്റെ വിളവെടുപ്പിന് കാലതാമസം നേരിടുമെന്ന സൂചനകൾ മുൻനിർത്തി കർഷകരും മധ്യവർത്തികളും ഉൽപ്പന്ന നീക്കം നിയന്ത്രിക്കുന്നത് നാടൻ ചരക്ക് സംഭരിക്കുന്നവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. സീസണായതിനാൽ അന്താരാഷ്ട്ര മാർക്കറ്റിലും കുരുമുളക് താഴ്ന്ന വിലയ്ക്ക് വിറ്റുമാറാൻ മുൻനിര ഉൽപാദന രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ന്യൂ ഇയർ വേളയിലേക്കുള്ള കച്ചവടങ്ങൾ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ചൈനീസ് പുതുവർഷ ആഘോഷവേളയിലെ ഡിമാൻഡ് മുന്നിൽ കണ്ട് ബീജിംഗിലെ സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്കാർ കുരുമുളകിന് താൽപര്യം കാണിച്ചു. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില 65,800 രൂപ. രാജ്യാന്തര വിപണിയിൽ റബ്ബർ പ്രതിവാര നഷ്ടത്തിൽ. ചൈനീസ് ഓട്ടോമൊബൈൽ മേഖലയിൽ റബ്ബറിന് ആവശ്യം കുറഞ്ഞതോടെ ടയർ ഭീമന്മാർ ചരക്ക് സംഭരണ രംഗത്ത് നിന്ന് വിട്ടുനിന്നു. ഇത് ഏഷ്യയിലെ മുൻനിര വിപണികളിൽ റബ്ബറിന് തിരിച്ചടിയായി. ഡോളർ കൂടുതൽ ശക്തമായത് യെന്നിനെ ബാധിച്ചു. അവധി വ്യാപാര കേന്ദ്രങ്ങളിലെ തളർച്ച കണ്ട് തായ്ലാന്റ് റബ്ബർ വില വീണ്ടും താഴ്ത്തി. വാരത്തിന്റെ തുടക്കത്തിൽ കിലോ 210 രൂപയിൽ വിപണനം നടന്ന ബാങ്കോക്കിൽ വാരാവസാനം വില 201 രൂപയായി ഇടിഞ്ഞു. മുന്നിലുള്ള വാരം 200 രൂപയിലെ നിർണായക താങ്ങ് നിലനിർത്താനുള്ള ശ്രമം വിജയിച്ചാൽ ക്രിസ്തുമസ് വേളയിൽ വിപണി സജീവമാകും. സംസ്ഥാനത്തെ മികച്ച കാലാവസ്ഥ കർഷകർക്ക് നല്ല അവസരമായി. റബ്ബർ ഉൽപാദനം ഉയർന്നെങ്കിലും പുതിയ ചരക്ക് ഇറക്കാൻ കഴിഞ്ഞ വാരവും ഉൽപാദകർ തയ്യാറായില്ല. അതേസമയം ക്രിസ്മസ് ആവശ്യങ്ങൾ മുൻനിർത്തി ചെറുകിട കർഷകർ ഈ വാരം ഷീറ്റും ലാറ്റക്സും വിപണിയിൽ ഇറക്കാൻ സാധ്യതയുണ്ട്. 4ാം ഗ്രേഡ് കിലോ 189 രൂപയിലും ലാറ്റക്സ് 116 രൂപയിലുമാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. സ്മാർട്ട് ഫോൺ ആരാധകർക്കായി ഷവോമി 15 അൾട്ര വരുന്നു. ഒട്ടേറെ പ്രത്യേകതകളുമായാണ് ഷവോമി 15 ശ്രേണിയിലെ പുതിയ ഫോൺ അടുത്ത വർഷം വിപണിയിലെത്തുന്നത്. സാറ്റലൈറ്റ് ആശയവിനിമയം ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സവിശേഷതകളാണ് ഫോണിനുള്ളത്. സ്മാർട്ട് ഫോണുകളുടെ പുത്തൻ യുഗം കുറിക്കാൻ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ക്യാമറ പ്രേമികൾക്കായി 200 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും ഉയർന്ന പ്രകടനമുള്ള പ്രധാന സെൻസറും പ്രതീക്ഷിക്കാം. 2K ക്വാഡ് കർവ് ഡിസ്പ്ലേയും ഷവോമി 15 അൾട്രയുടെ പ്രത്യേകതയാണ്. 5G മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടെ ഒന്നിലധികം നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകൾ ഫോണിൽ കാത്തിരിക്കുന്നുണ്ടെന്നാണ് സൂചന. ഷവോമി 15, ഷവോമി 15 പ്രോ എന്നിവയ്ക്കൊപ്പം ഉയർന്ന നിലവാരമുള്ള പ്രകടനവും കാര്യക്ഷമതയും പുതിയ മോഡൽ ഉറപ്പു നൽകുന്നുണ്ട്. ഹാർഡ്വെയർ, തകർപ്പൻ കണക്ടിവിറ്റി ഓപ്ഷനുകൾ എന്നിവ ഷവോമി 15 അൾട്രയുടെ പ്രത്യേകതയാണ്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരുമോ മാരുതിയുടെ ആദ്യ ഇ വിറ്റാര ജനുവരിയിൽ. ഒരൽപ്പം വൈകിയാണെങ്കിലും മാരുതിയുടെ ആദ്യ EV ജനുവരിയിൽ നിരത്തിലെത്തും. വരുന്ന ജനുവരി 17 മുതൽ 22 വരെ ഡൽഹിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 വാഹനം പ്രദർശിപ്പിക്കും. ഇറ്റലിയിൽ സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ ഇ വിറ്റാരയുടെ SUV ഇതിനകം പുറത്തിറക്കിയിട്ടുണ്ട്. 1 മാസം കൂടി കാത്തിരുന്നാൽ മതി സ്പെസിഫിക്കേഷനുകളുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ. ഉയർന്ന വോൾട്ടേജ് പരിരക്ഷയുള്ള ഭാരം കുറഞ്ഞ ഘടനയാണ് ഇതിന് അവതരിപ്പിക്കുന്നത്. ലോകവിപണിയിലേക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആഗോള മോഡലായിരിക്കും ഇ വിറ്റാര എന്നാണ് മാരുതിയുടെ പ്രഖ്യാപനം. വിനോദവാരം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അനിശ്ചിതത്വങ്ങൾ നീങ്ങി എന്നുവരും ബസൂക്ക. അറിയാം കാത്തിരിക്കുന്ന മലയാള സിനിമാ വിശേഷങ്ങളിലേക്ക്.
കൊച്ചി പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ചിത്രമായിരിക്കും ബസൂക്ക. ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ഈ വർഷം അവസാനമോ ജനുവരി 26-നോ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറക്കാർ നൽകുന്ന സൂചന. തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരും ബസൂക്കയിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നു. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സാണ് മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രം. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ ഗോകുൽ സുരേഷ്, വിനീത്, ലെന, സിദ്ദിഖ്, വിജയ് ബാബു എന്നിവരാണ് മറ്റു താരങ്ങൾ. ജനുവരിയിലാണ് ചിത്രം റിലീസിനെത്തുക. ഡിസംബറിൽ റിലീസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനും നിഖില വിമലുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. സാമൂഹിക പ്രസക്തിയുള്ള ഫാമിലി എന്റർടൈനർ ആയിരിക്കും സിനിമയെന്നാണ് അണിയറയിൽ നിന്നുള്ള വിവരം. ആസിഫ് അലി നായകനായി എത്തിയ കൊഹിന്നൂറിന് ശേഷം വിനയ് ഒരുക്കുന്ന ചിത്രം കൂടിയാണിത്. ബേസിൽ ജോസഫിന്റെ പോലീസ് വേഷം, നിഗൂഢതയും ത്രില്ലിംഗും നിറഞ്ഞ തിരക്കഥ. ബേസിൽ ജോസഫ്, സൗബിൻ സാഹിർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ. നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഒരു കള്ളുഷാപ്പിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്നുള്ള അന്വേഷണവും മറ്റുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ഇനി പ്രധാന ഇവന്റുകൾ. ആഗോള നിക്ഷേപക സംഗമം കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി 21-22 തീയതികളിൽ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനുവരി 1 മുതൽ 13 വരെ. 250 സ്റ്റാളുകൾ, 150-ലധികം പ്രസാധകർ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.